പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ സൂപ്പർ താരങ്ങളായ റോമൻ റീൻസ്, സെത്ത് റോളിൻസ്, CM പങ്ക് തുടങ്ങിയവർ ഒരുമിച്ച് വരുമ്പോൾ ആ സെഗ്മെൻറ്റിൽ നടക്കാൻ സാധ്യതയുള്ള സ്റ്റോറി ലൈൻ ആംഗിളുകൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, സാധ്യതകൾ മാത്രമാണ് പങ്കുവെക്കുന്നത്. ആ ഒരു രീതിയിൽ മാത്രം ഈ ഒരു ടോപ്പിക്ക് എടുത്താൽ മതി. അതിൽ ആദ്യത്തേത് റോമൻ റീൻസും സെത്ത് റോളിൻസും CM പങ്കും ഈ മൂന്ന് പേരും ഒരേ സമയം റിങ്ങിൽ വന്നാൽ ഇവരുടെ സെഗ്മെൻറ്റ് അവസാനിക്കുന്നത് ഒരു കൂട്ടത്തല്ലോടെ ആയിരിക്കും. അതിൻ്റെ എല്ലാവിധ സാധ്യതകളും ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിലെ എല്ലാ സെഗ്മെൻറ്റുകളിലും അവർ നൽകിയിട്ടുണ്ട്. സെത്ത് റോളിൻസിൻ്റെ ആ ഒരു സെഗ്മെൻ്റ് ആയിരുന്നു. അതിന് മുൻപത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലെ പോൾ ഹെയ്മൻ്റെ സെഗ്മെൻറ്റ് ശ്രദ്ധിച്ചാൽ തന്നെ പോൾ ഹെയ്മൻ അടക്കം പറയുന്നുണ്ട് ഈ റോമൻ റീൻസിനോട് എന്തെങ്കിലും പറയാനുള്ളവർക്ക് അത് അടുത്ത സ്മാക്ഡൗണിൽ വന്ന് പറയാം, അതായത് ഈ ശനിയാഴ്ചത്തെ സ്മാക്ഡൗണിൽ വന്ന് പറയാം എന്നുള്ളത്. അപ്പോൾ അതിനർത്ഥം ഒരു തുറന്ന വെല്ലുവിളി അവിടേക്ക് ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്ന് പേരും ഫേസ് ടു ഫേസ് വരുന്ന സമയത്ത് ഒരു കൂട്ടത്തല്ല് പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് നമുക്ക് സ്മാക്ഡൗണിൽ നടക്കാൻ സാധ്യത കൂടുതലുള്ള ഒരു പോയിൻ്റായിട്ട് പങ്കുവെക്കാനുള്ളത്. രണ്ടാമത്തേത് പോൾ ഹെയ്മൻ്റെ ഒരു ചതി മണക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സാധ്യതയാണ് ആ സ്റ്റീൽ കേജ് മത്സരത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിൽ റോമൻ റീൻസ്, സെത്ത് റോളിൻസിനെ ഒക്കെ ആക്രമിച്ചതിന് ശേഷമുള്ള മറ്റൊരു മൊമെൻ്റ് അവർ നമുക്ക് മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്ത ഒരു രീതി. CM പങ്കിനെ പോൾ ഹെയ്മൻ പോയി ആശ്വസിപ്പിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും ആ ഒരു മൊമെൻ്റ് കാണിച്ചത് തന്നെ CM പങ്കിൻ്റെ കൂടെ പോൾ ഹെയ്മൻ പോകാനും പോൾ ഹെയ്മൻ റോമൻ റീൻസിനെ ചതിക്കാനും സാധ്യതകൾ ഉണ്ട്. ആ സ്റ്റോറിയിൽ ഇങ്ങനെയും ഒരു മൊമെൻ്റ് പ്രതീക്ഷിക്കാം എന്നുള്ളത് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു മൊമെൻറ്റിൽ മാത്രമാണ് റോമൻ റീൻസിൻ്റെ കൈവിട്ട് പോയത്. ആ റോമൻ റീൻസ് നേരെ റിങ്ങിൽ കയറി പങ്കിനെ ആക്രമിക്കാനും കാരണം അത് തന്നെയാണ്. റോമൻ റീൻസിൻ്റെ ഒരു ജലസി അത് തന്നെയാണ് റോമൻ റീൻസിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ക്യാരക്ടറിലെ നെടുന്തുണ്ടായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം. അപ്പോൾ പോൾ ഹെയ്മന് അത് ഇഷ്ടപ്പെടാതെ, അല്ലെങ്കിൽ പോൾ ഹെയ്മൻ CM പങ്കിനോടുള്ള കൂടുതൽ ഇഷ്ടം കൊണ്ട് റോമൻ റീൻസിനെ ചതിച്ചുകൊണ്ട് പങ്കിൻ്റെ കൂടെ ഇനി താൻ പോകുന്നു എന്നുള്ളൊരു മൊമെൻറ്റ് ആ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കാണിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല, സാധ്യതകൾ ഏറെയാണ്. ഇനി അഥവാ പോൾ ഹെയ്മൻ CM പങ്കിൻ്റെ കൂടെ പോയി എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് റോമൻ റീൻസ് പോൾ ഹെയ്മനും പോലും അറിയാതെ പ്ലാൻ B തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്ലാൻ B എന്ന് പറയുന്നത് റോമൻ റീൻസിൻ്റെ കൂടെ പുതിയൊരു റെസ്ലർ WWEയിലേക്ക് ഡെബ്യൂ ചെയ്യുന്നതായിരിക്കും. പോൾ ഹെയ്മൻ അറിയാതെ പോൾ ഹെയ്മന് വമ്പൻ സർപ്രൈസ് കൊടുത്തുകൊണ്ട് റോമൻ റീൻസ് ആ പുതിയ മെമ്പറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് മറ്റാരുമല്ല, ഹിക്കല്ലയോ എന്ന് പറയുന്ന ടാങ്ക ലോവ തുടങ്ങിയവരുടെ സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂ തുടർന്ന് വരുന്നു. അങ്ങനെ റോമൻ റീൻസും ഹിക്കല്ലയും ചേർന്ന് സെത്ത് റോളിൻസിനെയും CM പങ്കിനെയും ആക്രമിക്കുന്നു. അത്തരത്തിലുള്ള ഒരു മൊമെൻറ്റിനും സ്മാക്ഡൗൺ എപ്പിസോഡിൽ സാധ്യതയുണ്ട്. അപ്പോൾ പോൾ ഹെയ്മൻ്റെ ചതി മണക്കുന്നുണ്ട്, അത് അവർ കാണിച്ചു തരുന്നുണ്ട്. പോൾ ഹെയ്മൻ, CM പങ്ക് തുടങ്ങിയവരുടെ ചരിത്രം, പോൾ ഹെയ്മനും CM പങ്കും ഒരുമിച്ച് വരുന്ന ആ ഒരു മുഹൂർത്തത്തിൽ CM പങ്കിനെ ആക്രമിക്കാൻ റോമൻ റീൻസ് എടുത്ത തീരുമാനം, ഇതൊക്കെയാണ് ആ ഒരു സ്റ്റോറിയിൽ പ്രത്യേകിച്ച് അവർ പറഞ്ഞു പോകുന്ന സ്റ്റോറി ആംഗിൾ എന്ന് പറയുന്നത്. എന്തായാലും സ്മാക്ഡൗൺ എപ്പിസോഡ് സംഭവ ബഹുലമായിരിക്കും. നല്ലൊരു ക്രൗഡ് റിയാക്ഷൻ എന്തായാലും ഈ ഒരു സെഗ്മെൻറ്റിന് കിട്ടും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇത് നടക്കാൻ സാധ്യതയുള്ള എല്ലാ സ്റ്റോറികളും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഒരിക്കലും 100% ഉറപ്പ് നൽകുന്നില്ല. സാധ്യതകൾ പങ്കുവെക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.